നമസ്കാരം. പ്ലസ് ടു കഴിഞ്ഞ് ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ആദ്യം തന്നെ ലെഫ്റ്റനന്റ് റാങ്കിലേക്കും പിന്നീട് ഉയർന്ന് കേണൽ, ബ്രിഗേഡിയർ, ലെഫ്റ്റനന്റ് ജനറൽ തുടങ്ങിയ റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കുന്ന വളരെ ഉയർന്ന സാലറി ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മുഖേനയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. മെയിലിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഫീമെയിലിന് സാധിക്കത്തില്ല. അവിടെ അൺമാരീഡ് ആയിട്ടുള്ള മെയിലിനായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 10+2 അതായത് 12ാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. കൂടാതെ അഗ്രഗേറ്റ് ആയിട്ട് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2026 കണ്ടക്ട് ചെയ്തിട്ടുള്ള JEE മെയിൻ അപ്പിയർ ചെയ്തവർക്ക് മാത്രമായിരിക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. എക്സാം ഒന്നുമില്ല. JEE മെയിൻസിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ SSB ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ 16.5 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 1 ജാനുവരി 2027 കണക്കാക്കിയാണ് ഏജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ 13 മെയ് 2026 അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത്. 12 ജൂൺ 2026 അപേക്ഷ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ JEE എഴുതിയവരും അല്ലെങ്കിൽ നിങ്ങൾ JEE എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് അപേക്ഷിക്കുക. വളരെ ഉയർന്ന സാലറിയാണ് ലഭിക്കുന്നത്. നമുക്ക് മാത്രമല്ല, നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് ബെനിഫിറ്റ് ലഭിക്കുന്ന പോസ്റ്റാണ്. ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അടുത്ത ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഒരു SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതിനകത്ത് മെഡിക്കൽ ഉണ്ട്, മെറിറ്റ് ലിസ്റ്റ് ഇടും, ദെൻ ജോയിൻ ലിസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളെ JEE മെയിനിൻ്റെ മാർക്കിൻ്റെ ബേസിൽ SSB ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം മെഡിക്കൽ, അതിനുശേഷം നമ്മുടെ മെറിറ്റ് ലിസ്റ്റ്, ജോയിൻ ലെറ്റർ, അങ്ങനെയാണെന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു SSB ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും SSB ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ വേഗത്തിലായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ 4 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും ആദ്യം ഇവിടെ ഉണ്ടാവുക. 4 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇവിടെ ലഭിക്കുന്നതാണ്. ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻഡ് ആയിട്ട് മാസം 56,100 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു പെർമനൻറ്റ് കമ്മീഷനാണ്. അപ്പം സ്ഥിരമായിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. 4 വർഷത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫേസ് 1, ഫേസ് 2 എന്ന 2 രീതിയിലാണ് ട്രെയിനിങ് നടക്കുന്നത്. ആദ്യത്തെ ഫേസിൽ ഇൻ്റഗ്രേറ്റഡ് ബേസിക് മിലിറ്ററി ട്രെയിനിങ്ങും എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങും ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മുടെ പൂനെ, മോഹു അല്ലെങ്കിൽ സെക്കന്ദരാബാദിലൊക്കെ ആയിരിക്കും. അവിടെ 3 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും. അതിനുശേഷം ഇൻ്റഗ്രേറ്റഡ് ബേസിക് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഒരു വർഷത്തെ ഡെറാഡൂണിലായിരിക്കും ലഭിക്കുക. അതിനുശേഷം നമുക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രൊമോഷൻ ഡീറ്റെയിൽസ് നോക്കി. ആദ്യം നമ്മൾ ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറും. അതിനുശേഷം ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, ബ്രിഗേഡിയർ, ജനറൽ തുടങ്ങിയ വലിയ റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സാലറി എങ്ങനെ നോക്കും? ലെഫ്റ്റനൻറ്റിൽ ആദ്യം തന്നെ കയറുമ്പോൾ ബേസിക് പേ 56,100 രൂപ മുതൽ 1,77,500 രൂപ ലഭിക്കുന്നതാണ്. ബ്രിഗേഡിയർ ആകുമ്പോഴുള്ള ബേസിക് പേ 1,39,600 രൂപ മുതൽ 2,17,600 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഈ സാലറിക്ക് പുറമെ ഡെയർനെസ് അലവൻസ്, കിറ്റ് മെയിൻ്റനൻസ് അലവൻസ്, അതായത് നമ്മുടെ ഡ്രസ് അലവൻസ് ആയിട്ട് റിസ്ക് അലവൻസ്, നമ്മൾ ജോലി ചെയ്യുന്ന ഏരിയയുടെ അനുസരിച്ച് റിസ്ക് അലവൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡ്രസ് അലവൻസ് ആയിട്ട് പെർ ഇയർ 20,000 രൂപ ലഭിക്കും. ട്രാൻസ്പോർട്ട് അലവൻസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഹയർ സിറ്റീസിലൊക്കെ ആണെങ്കിൽ 7,200 രൂപ പ്ലസ് DA ആണ്. അതർ പ്ലേസസിലാണെങ്കിൽ 3,600 രൂപ പ്ലസ് DA ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ലഭിക്കുന്നുണ്ട്. പെർ മന്ത് 2,250 രൂപയാണ്. അത് ആദ്യത്തെ 2 കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. 1ാം ക്ലാസ്സിന് 3 വർഷം മുതൽ 12ാം ക്ലാസ് വരെ, അതായത് നേഴ്സറി, LKG, UKG 1, 2 മുതൽ 12ാം ക്ലാസ് വരെയും ലഭിക്കുന്നത്. മൂന്നാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഈ അലവൻസ് ലഭിക്കുന്നതല്ല. എഡ്യൂക്കേഷൻ അലവൻസിന് പുറമെ ഹോസ്റ്റൽ സബ്സിഡി ഉണ്ട്. ഒരു ചിൽഡ്രന് ഒരു മന്ത് 6,750 രൂപ ഈ ആദ്യത്തെ 2 കുട്ടികൾക്ക് ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു. കൂടാതെ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന JEE മെയിൻ 2026 അപ്പിയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ വലിയൊരു അവസരമാണുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് www.joinindianarmy.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റോൾ നമ്പർ അടങ്ങിയ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും. അതിൻ്റെ 2 കോപ്പി പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു കോപ്പി നമ്മുടെ കയ്യിലും മറ്റൊരു കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം SSB ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇതിൽ ഒരു മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. നമുക്ക് 2.4 കിലോമീറ്റർ റണ്ണ് 10 മിനിറ്റ് 30 സെക്കൻഡ് ഓടി തീർക്കണം. പുഷപ്പ് 40, പുള്ളപ്പ് 6, സിറ്റപ്പ് 30, സ്ക്വാഡ്സ് 2 സെറ്റ്സ് ഓഫ് 30 റെപ്പറ്റീഷൻ, ലങ്സ് 2 സെറ്റ് ഓഫ് 10 റെപ്പറ്റീഷൻ. സ്വിമ്മിങ്ങിന് ബേസിക് ഫണ്ടമെൻറ്റ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഉയർന്ന സാലറിയിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ഒരു ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു അവസരമാണ്. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെ തന്നെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ പ്ലസ് ടു കഴിഞ്ഞ് JEE മെയിനൊക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരമാകട്ടെ. ഡെയിലി ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളെ സപ്പോർട്ടും കൊണ്ടെന്ന് അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക്